കഴിഞ്ഞ 1-ാം തീയതി മുതൽ ഇതുവരെ അനുഭവപ്പെടാത്ത വലിയ തരത്തിലുള്ള ഒരു ദുരന്തമാണ് നടന്നിട്ടുള്ളത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും, സംഘടനകൾക്കും, മാധ്യമപ്രവർത്തകർക്കും, സർവോപരി എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്ദി പഞ്ചായത്തിൻ്റെ പേരിൽ ഈ സമയത്ത് അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ മരണപ്പെട്ട രാജേഷിനെ ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വന്ന കേരള സർക്കാരിനെയും പ്രിയ മുഖ്യമന്ത്രിയോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ചെറുപുഴ പഞ്ചായത്തിൽ ഈ ദിവസങ്ങളിൽ 3 ക്യാമ്പുകളിലായിട്ടാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഒന്ന് കോഴിച്ചാല്, ഇടവരമ്പ് LP സ്കൂള്, കന്നിക്കുളം നവജ്യോതി കോളേജ്. അതിൽ 2 സ്ഥലത്തെ ക്യാമ്പുകളും പിരിച്ചുവിട്ടു. ഇനിയുള്ളത് കന്നിക്കുളം നവജ്യോതി ക്യാമ്പാണ്. അതിൽ 6 കുടുംബങ്ങളാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. ഇന്നും ഞങ്ങൾ അവരുടെ കുടുംബങ്ങളിൽ കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഈ ദുരിതം നടന്ന വീടുകളിലെല്ലാം തന്നെ ശുചീകരിച്ചു കഴിഞ്ഞു. ഇന്ന് നേരിൽ കണ്ടപ്പോൾ അതിൽ 2 വീടുകൾ തീർത്തും താമസയോഗ്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതുപോലെ മുറ്റമെല്ലാം ഇല്ലാണ്ട് ചളി കയറി വൃത്തിഹീനമായ അവസ്ഥയിലാണ്. പോയാലും ആ 2 കുടുംബങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒന്നുകൂടി നമ്മളൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ ആ ക്യാമ്പ് നമ്മൾ പിരിച്ചുവിടുകയുള്ളൂ. ഈ സമയത്ത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ ജനങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചവരാണ്. എന്നാലും 1-ാം തീയതി നമുക്കറിയാം, 1-ാം തീയതി ഒരു ഉച്ചയോടെയാണ് ഈ സംഭവം ഞങ്ങൾ അറിയുന്നത്. ആ ഉച്ച സമയത്ത് ഇവിടെ നിന്ന് ഞങ്ങൾ 9-ാം വാർഡിലെ മെമ്പർ അവിടെ നിന്ന് വിളിച്ചറിയിക്കുകയാണ്, ഇവിടെ എല്ലാം ഉരുളുപൊട്ടി, ഒരു വീട് മുഴുവനായിട്ടും വെള്ളം കൊണ്ടുപോയി, ബാക്കി 3 കുടുംബങ്ങളുണ്ട്, ആ കുടുംബങ്ങളെ ഒന്ന് മാറ്റി പാർപ്പിക്കണം, അതുകൊണ്ട് എത്രയും വേഗം സ്ഥലത്തെത്തണമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയത്ത് എന്നോടൊപ്പം 2 മെമ്പർമാരും 1-2 പേര് ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ ഉടൻ തന്നെ ഇവിടെ നിന്ന് തിരിച്ചു. രാജഗിരി എത്തുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ നോക്കുമ്പോൾ മലമുകളിൽ നിന്ന് വലിയ കല്ലുകളും വെള്ളവുമായിട്ട് ഒഴുകി വരികയാണ്. ഞങ്ങൾ വണ്ടി താഴെ ചേർത്ത് നിർത്തി. അതിൻ്റെ ശേഷം 2 വീടുകളാണ് അവിടെ അടുത്തുള്ളത്. ആ വീടുകളുടെ അടുത്ത് അവർ വാർക്കട മണ്ടയ്ക്ക് കയറി നിൽക്കുകയാണ്. അവരോടൊപ്പം ഞങ്ങളും അവിടെ നിന്നു. ഉരുണ്ട് വന്ന കല്ലുകൾ മുഴുവനും ആ സമയത്ത് തന്നെ ഞങ്ങൾ ആ വീട്ടിലേക്ക് വെള്ളം പോകാതിരിക്കാൻ ആ വീട്ടുകാരോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അനീഷ് മെമ്പർ അടക്കം ഞങ്ങൾ റോഡ് ആ വീടിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ ഉരുട്ടി ഞങ്ങൾ മാറ്റി വെച്ചു. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ ശക്തി കുറഞ്ഞു. റോഡിലുള്ള കല്ലുകൾ മുഴുവൻ നീക്കി ആ വണ്ടി കടന്നു പോകാൻ വേണ്ടി ഞങ്ങൾ കല്ലുകളെല്ലാം സൈഡിലേക്ക് നീക്കി ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾ അങ്ങോട്ടൊരു 100 മീറ്റർ കടന്നിട്ടുണ്ടാവാം. ആ സമയത്ത് ഞങ്ങൾ അങ്ങ് കടക്കുകയും വേറൊരു ഭാഗത്തുനിന്ന് വെള്ളവും കുറച്ച് മരങ്ങളും കൂടെ ഞങ്ങളങ്ങ് കടന്ന പാടെ റോഡിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ തലനാരിഴ ആ സമയത്താണ് ഞങ്ങൾ ആ വണ്ടി അങ്ങോട്ട് കടന്ന് ഞങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത്. പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പം ഭയങ്കര മഴയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ പിന്നെ പലതരത്തിലുള്ള ആൾക്കാരെ കൊണ്ടു. അതിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു. അവർ ഞങ്ങളോട് പറഞ്ഞു, ഈ സമയത്ത് ഇവിടുത്തെ കാലാവസ്ഥ എനിക്കറിയാവുന്നതാണ്, നിങ്ങൾ മുന്നോട്ട് പോകരുത്, പോയാൽ തിരിച്ച് നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ എന്ന് പറയാൻ പറ്റത്തില്ല എന്ന്. അപ്പോഴും ഞങ്ങളുടെ മുൻപിലുള്ളത് ഈ 3 കുടുംബങ്ങളാണ്, അവരെ മാറ്റി താമസിപ്പിക്കണം. അതുകൊണ്ട് തന്നെ ആ വാക്ക് അവഗണിക്കാതെ ഞങ്ങൾ മുന്നോട്ട് വണ്ടിയെടുത്ത് ഞങ്ങൾ പോയി. അവിടെ എത്തി പോകുന്ന സമയത്ത് പിന്നെ 9-ാം വാർഡിലെ മെമ്പർ പറഞ്ഞ വീടിൻ്റെ അടുത്ത് എത്തിയില്ല. അതിന് മുൻപേ അവിടെ ഒരു കോറിയുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഉരുളുപൊട്ടി ഒരു മനുഷ്യൻ റോഡിൽ മണ്ണിനടിയിൽ കിടക്കുന്ന കാഴ്ച ഞങ്ങൾ കാണുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ വാർത്തകളിൽ പല സ്ഥലങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ കണ്ടിട്ട് ഉള്ള മണ്ണിനടിയിൽ നിന്ന് ഒരു മനുഷ്യനെ പൊക്കിയെടുക്കുന്നത്. ഇത് ഞങ്ങൾ ചെന്ന ജീപ്പിനാണ് ഞങ്ങൾ ഈ മനുഷ്യനെ പൊക്കിയെടുത്ത്, ശരിക്കും ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചെന്ന വണ്ടിക്ക് ഞങ്ങൾ ഈ മനുഷ്യനെ ഞങ്ങൾ അതിനകത്ത് പെടുത്തി. മോളിൽ നിന്ന് 2-3 വീട്ടുകാരുണ്ടായിരുന്നു, അവരെയും കൂടെ ചേർത്ത് ഞങ്ങൾ ആ വണ്ടിക്ക് ഞങ്ങൾ അവരെ ഹോസ്പിറ്റലിൽ. പിന്നെ അവിടെ നിന്ന് 3 വീട്ടുകാരെയും ബന്ധുവീട്ടിലേക്ക് മാറ്റി താമസിച്ചു. തിരിച്ചു പോരാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് വഴി ബ്ലോക്കായി. 9-ാം വാർഡിലെ മെമ്പർ ഒരു ജീപ്പ് കൊണ്ടുവന്നു. ആ ജീപ്പിന് വരുമ്പോൾ ഞങ്ങൾക്ക് വഴി ബ്ലോക്കായി. 10:30-ക്ക് ശേഷമാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ചിപ്പുറം കടക്കാൻ സാധിച്ചത്. ആ 10:30-ക്ക് ശേഷം എന്ന് പറയുമ്പോൾ ആ 2-3 മണിക്കൂർ ഞങ്ങൾ അവിടെ നിന്ന് അനുഭവിച്ച ആ മാനസിക സംഘർഷം. കാരണം ഏത് നിമിഷവും വീണ്ടും ആ മലയിൽ നിന്ന് ഉള്ളു പൊട്ടാം. അതെന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. അതേ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കടന്നുപോയത്.
ആ സമയത്തും ഞങ്ങളവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ മനുഷ്യൻ അവിടെ കിടന്ന് മരണപ്പെട്ടു പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇവിടെ എത്തി. 10:15 ആയപ്പോഴേക്കും ഞങ്ങൾ ചെറുപുഴ എത്തി. ബ്ലോക്കുകളെല്ലാം നീക്കി തന്നെയാണ്, മരങ്ങളെല്ലാം വെട്ടി മാറ്റുന്നുണ്ട് ഞങ്ങൾ വരുമ്പോൾ. അതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ആ അവസ്ഥയിൽ ഞാൻ ചിന്തിക്കുകയാണ്, ഒരു മനുഷ്യൻ പറയുകയാണ് കടന്നു പോകുമ്പോൾ അയാളെ ഒന്ന് നോക്കി ഞങ്ങൾ ചിരിച്ചില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ, ഈ ദുരന്തമുഖത്തും അങ്ങനെ പറയുന്ന മനുഷ്യരെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നി. കാരണം നമ്മൾ ഒരു അപകടാവസ്ഥയിൽ തരണം ചെയ്താണ് ഞങ്ങൾ അങ്ങോട്ട് നീങ്ങുന്നത്. ആ നീങ്ങുന്ന സമയത്ത് നമ്മളൊരു വിരുന്ന് സൽക്കാരത്തിനൊന്നും അല്ലല്ലോ പോകുന്നത്, നമ്മൾ സന്തോഷിച്ച് ഉല്ലസിച്ച് പോവാൻ. ആ ഒരു അനുഭവം എൻ്റെ മനസ്സിന് എനിക്ക് ഏറ്റവും ഒരു മുറിവ് തന്നെയാണ്. അത് ഏറ്റവും ഭയങ്കര വിഷമമായിട്ട് തോന്നി. എനിക്ക് തോന്നി ഈ അവസ്ഥയിൽ നമ്മളെ ഇങ്ങനെ പറയാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോയി. തിരിച്ച് ഞങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ എല്ലാ സമയത്തും എല്ലാ മെമ്പർമാരും, കഴിവിനൊത്ത മെമ്പർമാർ മാത്രമല്ല, എല്ലാ സകല രാഷ്ട്രീയ കക്ഷി നേതാക്കളും എല്ലാവരും ഉൾപ്പെടെ ഈ 3 ക്യാമ്പിലും പ്രവർത്തിച്ചവരാണ്. ഇന്നും 100 കുടുംബങ്ങൾക്കുള്ള കിറ്റ് കൊണ്ടുപോയി എത്തിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അതുകൊണ്ടൊന്നും അവർക്ക് ആകിയല്ലെന്ന് ഞങ്ങൾക്കറിയാം. നാളെയും മറ്റന്നാളും ഒക്കെ അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ എത്തിക്കാൻ പഞ്ചായത്ത് ഞങ്ങൾ തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഈ അവസരത്തിൽ ഇങ്ങനെയൊരു ദുരന്തമുണ്ടായപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനാവില്ല. എല്ലാവരും ഞങ്ങളോട് സഹകരിച്ച് ഒറ്റക്കെട്ടായി ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും ഞങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചത്. അതിനാൽ ഈ അവസരത്തിൽ എല്ലാവർക്കും ഉള്ള നന്ദി ഈ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.